പ്രൊഫഷണൽ കോഴ്സുകളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതാണ് ഐടിയും ബാക്കി മേഖലയും തമ്മിലുള്ള കമ്പാരിസൺ, ലൈക്ക് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, സിവിൽ എന്നിവ തമ്മിലുള്ള കമ്പാരിസൺസ്. എല്ലാ ഫീൽഡിനും അതിൻ്റേതായ ഓപ്പർച്യൂണിറ്റീസും ചലഞ്ചസും ഗ്രോത്ത് ട്രജക്ടറി എല്ലാം ഉണ്ട്. എന്നിരുന്നാലും പല മേഖലകളും അതിവേഗം വളർത്തുന്നത് കൊണ്ട് തന്നെ ഓരോ മേഖലയെക്കുറിച്ചും ഇൻഡെപ്തായിട്ട് അനലൈസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കരിയർ ചൂസ് ചെയ്യാൻ വേണ്ടി വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഏത് മേഖലയാണ് ദീർഘകാലത്ത് ഒരു 10 ഇയർ ടൈം പീരീഡ് എടുക്കുകയാണ്, ആ ടൈം പീരീഡിലേക്ക് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് വരുന്നത് എന്നുള്ളൊരു കമ്പാരിസനാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ ഓരോ മേഖലയിലും കരിയറിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 വർഷത്തിന് ശേഷം കരിയർ ഗ്രോത്ത്, വർക്ക് പ്രഷർ എന്തായിരിക്കും, സാലറി എത്ര കിട്ടും, ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയായിരിക്കും, ജോഗ്രഫിക്കൽ ഫ്ലെക്സിബിലിറ്റി എന്താണ് എന്ന് തുടങ്ങിയ ഒരു 9ഓളം കീ ക്രൈറ്റീരിയാസ് എടുത്തിട്ടാണ് കമ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് സാഹിർ. ഈ ചാനലിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡേറ്റ സയൻസ്, ഡേറ്റ അനലിറ്റിക്സ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ്, മേൺ സ്റ്റാക്ക്, അക്കൗണ്ടിങ്, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ വീഡിയോകളായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. എഡിയോ ലേണിംഗിൻ്റെ എയിം തന്നെ ഫ്രഷേഴ്സ് ആയിട്ടുള്ളവർക്കും കരിയർ ഗ്യാപ്പിൽ IT കരിയർ എനേബിൾ ചെയ്യുക എന്നുള്ളതാണ്. സോ വൺസ് അഗൈൻ ഐ എം സാഹിർ. വെൽക്കം ടു ദി വീഡിയോ ഓഫ് എഡിയോ ലേണിംഗ്. എല്ലാവരും ജോലി ചെയ്യുന്നതിനാണ് സാലറിക്ക് വേണ്ടി തന്നെയാണ്, അല്ലേ? അല്ലെങ്കിൽ വരുമാനത്തിന് വേണ്ടി തന്നെയാണ്. സോ നമുക്ക് ആദ്യമായിട്ട് ഓരോ മേഖലയുടെയും സാലറി ട്രെൻഡിനെ കുറിച്ചൊന്ന് അനലൈസ് ചെയ്യാം. IT ജോബിൽ ഏറ്റവും കൂടുതൽ കറണ്ട് സിനാരിയോയിൽ സ്കോപ്പുള്ളത് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, ഡേറ്റ സയൻസ്, ഡേറ്റ അനലിറ്റിക്സ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, AI/ML എന്നീ മേഖലയ്ക്കാണ്. ഈ ഒരു മേഖലയിലെല്ലാം ജോലി ചെയ്യുന്നവർക്കൊരു മോഡറേറ്റ് പാക്കേജിലായിരിക്കും കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നത്. എന്നാൽ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ടും സ്കിൽസ് അനുസരിച്ചും എക്സ്പോണൻഷ്യലി ഗ്രോ ചെയ്യും. ടിപ്പിക്കലി ഇന്ത്യൻ സിനാരിയോയിൽ ഒരു ഫ്രഷറിന് 2.5 lakh to 4 lakh ഒക്കെ ആയിരിക്കും സാലറി ലഭിക്കുന്നത്. ഇത് ലൊക്കേഷൻ അനുസരിച്ചിട്ടും കമ്പനി അനുസരിച്ചിട്ട് വ്യത്യാസം വരാം. എന്നാൽ ഒരു 10 years എക്സ്പീരിയൻസ് നേടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാൾക്ക് മിഡ് ടു സീനിയർ ലെവൽ പൊസിഷൻ എത്താൻ കഴിയുന്നതാണ്. ആ ഒരു സാഹചര്യത്തിൽ 25 lakh to 60 lakh വരെ സാലറി കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ അപ്സ്കില്ലിംഗ് വളരെ പ്രധാനമാണ്. കാരണം IT മേഖല വളരെയധികം പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്നതിന് നിങ്ങൾ പെട്ടെന്ന് പുതിയ കാര്യങ്ങൾ പഠിച്ച് കരിയർ ഗ്രോ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ മാത്രമേ ഈ ഒരു സാലറി പാക്കേജ് കിട്ടത്തുള്ളൂ. എന്നിരുന്നാലും ഏറ്റവും കുറഞ്ഞത് നിങ്ങൾ ബിലോ പെർഫോമിംഗ് എംപ്ലോയി ആണെങ്കിൽ പോലും ഒരു 12 to 15 lakhs സാലറി ലഭിക്കേണ്ടതാണ്. ഇനി കോർ എഞ്ചിനീയറിംഗ് ജോബ്സ് ലൈക്ക് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക് ഒക്കെ നോക്കുകയാണെങ്കിൽ ഫ്രഷറിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് 1.2 lakhs to 2.8 lakhs ആണ് ഫ്രഷർ എന്ന നിലയിൽ നേടാൻ കഴിയുന്നത്. ഒരു 10 years എക്സ്പീരിയൻസ് ഒക്കെ നേടിക്കഴിഞ്ഞാലും ഇവിടെ സാലറി ഒരു 10 to 25 lakhs ആയിരിക്കും മെജോറിറ്റി കാൻഡിഡേറ്റ് സാലറി എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള മേഖലയിലുള്ള ആൾക്കാരുടെ സാലറി എക്സ്പെൻഷ്യലി ഗ്രോ ചെയ്യുന്നത് പലപ്പോഴും 15 വർഷത്തിന് ശേഷമാണ് കണ്ടുവരുന്നത്. ഇപ്പോൾ ഒരു 15 വർഷത്തിന് ശേഷം അവർക്ക് IT മേഖലയിൽ ലഭിക്കുന്ന സാലറിക്ക് തുല്യമായ സാലറി ലഭിക്കാനുള്ള പോസിബിലിറ്റീസ് ഒക്കെ ഉണ്ട്. ഇവരുടെ സാലറി പൊതുവെ ലൊക്കേഷൻ സ്പെസിഫിക് ആയിരിക്കും. ഉദാഹരണത്തിന് മെക്കാനിക്കൽ, സിവിൽ മേഖലയിലുള്ളവർക്കൊക്കെ ജർമ്മനി, ഗൾഫ് കൺട്രീസിലൊക്കെ ആയിരിക്കും വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. സോ സാലറിയുടെ കമ്പാരിസൺ നടത്തുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ലോങ് ടൈമിൽ ഒരു 10 year ടൈം പീരീഡിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ IT മേഖലയ്ക്ക് തന്നെ ആയിരിക്കും കൂടുതൽ ഗ്രോത്ത് നൽകാൻ പറ്റുന്നത്. ഒരു 15 yearsന് ശേഷം IT മേഖല അതേപോലത്തുള്ള ഗ്രോത്ത് നോൺ കോർ ജോബ്സിലും നൽകാൻ പറ്റുന്നതാണ്. പലരും ജോലി നോക്കുമ്പോൾ സാലറി മാത്രമല്ലോ, അതിനപ്പുറം വർക്ക് ലൈഫ് ബാലൻസും വർക്ക് പ്രഷറൊക്കെ കൺസിഡർ ചെയ്യാറുണ്ട്. നമുക്കപ്പം ആ ഒരു മെട്രിക്സിൽ നമുക്ക് IT ജോബും ബാക്കിയുള്ള ജോബും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാം. IT മേഖലയിലെ വർക്ക് പ്രഷർ റോൾ ആൻഡ് കമ്പനി അനുസരിച്ചിട്ട് വ്യത്യാസം വരും. പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനീസ് ആണെങ്കിൽ പൊതുവെ സർവീസ് ബേസ്ഡ് കമ്പനീസിനെക്കാട്ടിൽ ബെറ്റർ വർക്ക് ലൈഫ് ബാലൻസും ഗ്രോത്തും നൽകുന്നുണ്ട്. എന്നിരുന്നാലും IT പ്രൊഫഷണൽസിന് പൊതുവെ ടൈറ്റ് ഡെഡ് ലൈൻസും ഡിപ്ലോയ്മെന്റ് സമയത്ത് ലോങ് വർക്കിംഗ് അവേഴ്സും പിന്നെ പെട്ടെന്ന് ചേഞ്ച് ചെയ്യുന്ന എൻവയോൺമെന്റും ടെക്നോളജിക്കും അനുസരിച്ച് അഡാപ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള റിക്വയർമെന്റ് ഉണ്ട്. എന്നാൽ മറ്റ് കോർ എഞ്ചിനീയറിംഗ് ജോബ്സിൽ ഫാക്ടറീസിലോ വർക്ക്ഷോപ്സിലോ കൺസ്ട്രക്ഷൻ സൈറ്റ്സിലോ ഒക്കെ ആയിരിക്കും വർക്ക് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ജോലിക്ക് പൊതുവെ ടൈം ബൗണ്ട് ആയിട്ടുള്ള ജോബ്സ് ആയിരിക്കും. മെജോറിറ്റി ജോബ്സും 9 to 5 അല്ലെങ്കിൽ മോർണിംഗ് 7:30 to 3:30 അങ്ങനെയൊക്കെ ആയിരിക്കും നോർമലുള്ള ജോബ് റോൾസ് വരുന്നത്. ഇത്തരം ജോലികൾ ഒരുപാട് ഫിസിക്കൽ ആക്ടിവിറ്റീസ് പൊതുവെ ഇൻവോൾവ് ആവാറുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ടയേർഡ് ആകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ കോർ ജോബ്സിനായിരിക്കും IT ജോബിനെ കച്ച് കമ്പയർ ചെയ്യുമ്പം വർക്ക് പ്രഷറും വർക്ക് ലൈഫ് ബാലൻസ് കൂടുതലായിട്ടുള്ളത്. മൂന്നാമത്തെ മെട്രിക്സ് ആണ് സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് ലേണിംഗ് കർവ് എന്ന് പറയുന്നത്. IT പ്രൊഫഷണൽസ് എപ്പോഴും സ്കില്ല് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഫ്രെയിം വർക്ക്സ്, ലാംഗ്വേജസ്, പിന്നെ AIയുടെയൊക്കെ റാപ്പിഡ് എവല്യൂഷൻ കാരണം നിങ്ങൾ കുറച്ച് നാളത്തേക്ക് പോലും സ്കിൽ അപ്ഡേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഫീൽഡ് ഔട്ട് ആവുന്നതാണ്. എന്നാൽ കോർ എഞ്ചിനീയറിംഗ് ജോബ്സ് പൊതുവെ ഹാൻഡ്സ് ഓൺ ആൻഡ് പ്രാക്ടിക്കലാണ്. എഞ്ചിനീയേഴ്സ് പൊതുവെ എക്സ്പീരിയൻസ്, എക്സ്പോഷർ, മെന്റർഷിപ്പ് എന്നിവയിലൂടെയാണ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നത്. കൂടാതെ ഇത്തരം ഇൻഡസ്ട്രീസിൽ ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജി ചേഞ്ച് സ്ലോ ആണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്കിൽ അപ്ഡേറ്റ് ചെയ്യണമെന്നോ
ഒന്നും നിർബന്ധം വരാറില്ല പൊതുവെ. കൂടാതെ നമുക്കൊരു കാര്യം പുതുതായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ലിമിറ്റഡ് അവന്യൂസ് മാത്രമേ കാണത്തുള്ളൂ. കൂടാതെ ഭയങ്കര കോസ്റ്റ്ലിയും ആയിരിക്കും. ഇനി 4ാമത്തെ ക്രൈറ്റീരിയയാണ് ഇൻഡസ്ട്രി സ്റ്റെബിലിറ്റി ആൻഡ് ജോബ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. IT എന്ന് പറയുന്നത് വളരെ വോളറ്റൈൽ ആയിട്ടുള്ള ഇൻഡസ്ട്രിയാണ്. ലേ ഓഫ്സ് എന്നൊക്കെ പറയുന്നത് വളരെ കോമൺ ആയിട്ട് IT ഇൻഡസ്ട്രിയിൽ നടക്കാറുണ്ട്. എസ്പെഷ്യലി റിസെഷനോ എക്കണോമിക് ഡൗൺ ടേൺസോ ഒക്കെ വരുമ്പോൾ ബൾക്കായിട്ട് ലേ ഓഫ്സ് പല കമ്പനീസും ചെയ്യാറുണ്ട്. അല്ലാതെ ചിലപ്പോൾ നിങ്ങൾ പ്രൊജക്ട് ബേസ്ഡ് കോൺട്രാക്ട്സിലൊക്കെ ആണെങ്കിൽ ആ പ്രൊജക്റ്റ് കഴിയുമ്പോൾ നിങ്ങളുടെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നാലും നിങ്ങൾക്കിപ്പോൾ സ്കില്ലായിട്ടുള്ള പ്രൊഫഷണലാണ്, നിങ്ങളുടെ മേഖലയിൽ എക്സ്പേർട്ടാണ്, എക്സ്പീരിയൻസ്ഡ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് വേറെ ജോബ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഒരുപാട് അവസരങ്ങളാണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫ്രഷറായിട്ടുള്ളൊക്കെ IT മേഖലയിൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് വെൻ കമ്പയർഡ് വിത്ത് കോർ ജോബ്സ് ആയിട്ട്. ഇത് നമ്മൾ കോർ ജോബ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോർ എഞ്ചിനീയറിംഗ് ജോബ്സിൽ ജോബ് സ്റ്റെബിലിറ്റിയും ജോബ് സെക്യൂരിറ്റിയൊക്കെ തരുന്നുണ്ട്. പക്ഷേ കരിയർ ഗ്രോത്ത് വളരെ പതുക്കെ ആകുമെന്നുള്ളൊരു റീസൺ മാത്രമേ ഉള്ളൂ. ഒറ്റ നെഗറ്റീവ് മാത്രമേ അതിലുള്ളൂ. ഇനി നമ്മൾ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസും പ്രൊമോഷനെയും കുറിച്ച് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ IT ജോബ്സിൽ ഗ്രോത്ത് വളരെ ഫാസ്റ്റ് ആയിട്ടായിരിക്കും. നിങ്ങൾക്ക് ഒരു ജൂനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ മുതൽ ഒരു കമ്പനിയുടെ ഡയറക്ടർ വരെ 8 to 10 years ഓഫ് കരിയർ വെച്ച് നേടാൻ കഴിയുന്നതാണ്. ഇവിടെ സ്കിൽസ് അനുസരിച്ചിരിക്കും നിങ്ങളുടെ സാലറിയും പ്രൊമോഷൻസും ഗ്രോത്ത് ഒക്കെ വരുന്നത്. എന്നാൽ കോർ എഞ്ചിനീയറിംഗ് ജോബ്സിൽ സീനിയോറിറ്റി അനുസരിച്ചിട്ടായിരിക്കും പൊതുവെ പ്രൊമോഷൻസ് വരുന്നത്. ഇവിടെ ഗ്രോത്ത് വളരെ കുറവായിരിക്കും. എന്നിരുന്നാലും ഒരു 8 to 10 years ഒരു പ്ലാൻ ഹെഡോ സീനിയർ കൺസൾട്ടൻറ്റ് പൊസിഷൻസിലൊക്കെ ചിലപ്പോൾ എത്താനുള്ള സാധ്യതയുണ്ട്. അതായത് നിങ്ങളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റിയും നിങ്ങളുടെ ടീം ഹാൻഡ്ലിംഗ് സ്കിൽസൊക്കെ അനുസരിച്ചിട്ടിരിക്കും. 7ാമത്താണ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് റിമോട്ട് വർക്ക് എന്ന് പറയുന്നത്. ഫ്ലെക്സിബിലിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി IT ജോബ് തന്നെയാണ്. IT ജോബ് റിമോട്ട് വർക്ക് ഓപ്പർച്യൂണിറ്റീസും ഫ്രീലാൻസ് ചെയ്യാനുള്ള അവസരവും ഇൻ്റർനാഷണൽ ട്രാവലിംഗ് ഓപ്പർച്യൂണിറ്റീസും കൂടാതെ സാലറിക്ക് പുറമെ ബെറ്റർ പെർക്സ് ഒക്കെ നൽകുന്നുണ്ട്. പല കമ്പനീസും എസ്പെഷ്യലി കോവിഡിന് ശേഷം റിമോട്ട് വർക്ക്സ് ഒക്കെ വൈഡ്ലി അക്സെപ്റ്റഡ് ആണ്. പല കമ്പനീസിലും ഇപ്പോഴും ആഴ്ചയിൽ 2 ദിവസമൊക്കെ ജോലിക്ക് പോയാൽ മതി എന്നുള്ള സിറ്റുവേഷൻ ഉണ്ട്. ചില കമ്പനീസ് കംപ്ലീറ്റ്ലി വർക്ക് ഫ്രം ഹോം ആയിട്ട് വർക്ക് ചെയ്യുന്ന കമ്പനീസും ഉണ്ട്. എന്നാൽ കോർ എഞ്ചിനീയറിംഗ് ജോബ്സ് ലൊക്കേഷൻ ബേസ്ഡ് ആണ്. അവിടെ റിമോട്ട് വർക്ക്സ് വേണമെങ്കിൽ നമുക്ക് നോൺ എക്സിസ്റ്റൻ്റ് ആണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എന്നിരുന്നാലും ചില മേഖലകളിൽ ഇൻ്റർനാഷണൽ വർക്കിംഗ് ഓപ്പർച്യൂണിറ്റി ലഭിക്കാറുണ്ട്. ഓയിൽ ആൻഡ് ഗ്യാസ്, കൺസ്ട്രക്ഷൻ എന്നീ മേഖലയിലൊക്കെ ഇൻ്റർനാഷണൽ വർക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടാറുണ്ട്. ഇനി നമുക്ക് ജോബ് സ്വിച്ചിങ്ങിന് കരിയർ ഫ്ലെക്സിബിലിറ്റിയുടെ കാര്യം അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെയും മുൻതൂക്കം ഡെഫിനറ്റ്ലി IT ജോബിന് തന്നെയാണ്. കാരണം നിങ്ങൾക്ക് വേറെ ഏത് മേഖല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും, ഫോർ എക്സാമ്പിൾ ഇലക്ട്രോണിക്സിലോ ഇലക്ട്രിക്കലോ സിവിലോ മെക്കാനിക്കലോ ആണ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഒന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു 6 മാസം ഡെഡിക്കേറ്റഡ് ആയിട്ട് സ്കില്ല് ഡെവലപ്പ് ചെയ്യാനിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് IT ജോബ് സ്വിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് എഡ്യൂറിൽ നിന്ന് പഠിച്ചിട്ട് നോൺ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പഠിച്ചിട്ട് ഒരു 1000ഓളം സ്റ്റുഡൻസ് കറൻ്റ്ലി ടെക് ബാക്ക്ഗ്രൗണ്ടിൽ കയറിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എഡ്യൂറിൽ പഠിക്കുന്ന മെജോറിറ്റി കാൻഡിഡേറ്റ്സ് നോൺ ടെക് ബാക്ക്ഗ്രൗണ്ട് വന്നിട്ട് IT ജോബ് നേടുന്നതാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി ഒരു 6 മാസത്തെ പഠനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി IT ജോബ് നേടാൻ കഴിയും. എന്നാൽ കോർ ഫീൽഡ്, അതിപ്പോൾ മെക്കാനിക്കൽ നിന്നോ ഇലക്ട്രിക്കൽ നിന്നോ സിവിലിൽ നിന്നോ അല്ലെങ്കിൽ IT നിന്നോ ഒക്കെ വേറെ മേഖലയിലോട്ട് സ്വിച്ച് ചെയ്യാൻ, ഫോർ എക്സാമ്പിൾ IT നിന്ന് മെക്കാനിക്കലോ സിവിലൊക്കെ സ്വിച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഈ മേഖലയിൽ പ്രാക്ടിക്കൽ ആൻഡ് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. നിങ്ങൾ ജോബ് സ്വിച്ച് ചെയ്യുന്നെങ്കിൽ തന്നെ അല്ലെങ്കിൽ ഡൊമൈൻ സ്വിച്ച് ചെയ്യുന്നെങ്കിൽ തന്നെ അവിടെ നിങ്ങൾ ഫ്രഷറായിട്ട് കൺസിഡർ ചെയ്യുക. നിങ്ങളുടെ ലോങ് ടൈം കരിയർ ഗ്രോത്തിനും നിങ്ങളുടെ സാലറിയൊക്കെ അഫക്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഇനി നമുക്ക് 2 മേഖലയുടെയും ഫ്യൂച്ചർ ഔട്ട്ലുക്കും ഇൻഡസ്ട്രി ഡിമാൻഡും എന്താണെന്ന് നോക്കാം. എസ്പെഷ്യലി നമ്മളിപ്പം ജീവിക്കുന്ന ടെക്നോളജി യോഗത്തിലായതുകൊണ്ടും ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻസ് എല്ലാ കമ്പനിയിലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടും IT മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഫ്യൂച്ചർ ഭയങ്കര ഗ്രോത്ത് നൽകുന്ന ഒരു മേഖലയായിരിക്കും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ബ്ലോക്ക് ചെയിൻ, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, സൈബർ സെക്യൂരിറ്റി എന്നിവ മില്യൺസ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും ഈ മേഖലയിൽ പുതുതായിട്ട് ജനറേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഫിസിക്കലായിട്ട് ഇൻവോൾവ് ചെയ്യുന്ന വർക്ക്സ്, റിന്യൂവബിൾ എനർജി മേഖല, അതിന് അർബനൈസേഷൻ, ഈ മേഖലയിലേക്ക് നമുക്ക് ജോബ് റോൾ കിട്ടുമെന്നുണ്ടെങ്കിലും മെജോറിറ്റിയും ഫിസിക്കലായിട്ടുള്ള ടയേർഡായിട്ടുള്ള വർക്കായിരിക്കും. പിന്നെ മെജോറിറ്റി ജോബ് റോൾസും റോബോട്ട്സും ടൂൾസും ഒക്കെ കാരണം ഓട്ടോമേറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഈ മേഖലയിൽ നമ്പർ ഓഫ് ജോബ്സ് കുറയാനുള്ള പോസിബിലിറ്റീസ് അടുത്ത 10 വർഷത്തിന് ശേഷം കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫീൽഡിൽ പിടിച്ചു നിന്ന് വളരെ പെട്ടെന്ന് ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സ്പെഷ്യലൈസേഷൻ, എസ്പെഷ്യലി നിഷ് സെഗ്മെൻറ്റിലുള്ള സ്പെഷ്യലൈസേഷൻ വളരെ മാൻഡേറ്ററി ആണ്. സോ നമ്മൾ ഇത്രയും നേരം 9 കീ മെട്രിക്സ് വെച്ചിട്ടാണ് 2 മേഖലയും കമ്പയർ ചെയ്തത്. സാലറി ഉണ്ട്, ഗ്രോത്ത് ഉണ്ട്, ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, വർക്ക് പ്രഷർ ഉണ്ട്, ദെൻ സ്കിൽ ഡെവലപ്മെൻറ്റ്, ലേണിംഗ് കർവിനെ കുറിച്ച് നമ്മൾ നോക്കിയായിരുന്നു, ഫ്യൂച്ചർ ഔട്ട്ലുക്ക്, എല്ലാ മേഖലയും നോക്കി. സോ ഇത്രയും അനലൈസ് ചെയ്യുന്ന ചില കാര്യങ്ങളിൽ IT ക്കാണ് മുൻതൂക്കം നൽകുന്നത്
നൽകുന്ന ചിലതിൽ കോർ ജോബ്സിനാണ് മുൻതൂക്കം നൽകുന്നത്. അതുകൊണ്ട് തന്നെ IT ആണോ കോർ ജോബ്സ് ആണോ ബെറ്റർ എന്ന് സാലറിയോ ജോബ് റോൾസോ വെച്ച് കമ്പയർ ചെയ്ത് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഏത് മേഖല തിരഞ്ഞെടുക്കണമെന്ന് നിങ്ങളുടെ പേഴ്സണൽ ഗോൾസും പാഷനും ഒക്കെ കണക്കിലെടുത്ത് വേണം. ചിലർക്ക് സാലറിയും ഗ്രോത്തും ആയിരിക്കും ഇമ്പോർട്ടൻ്റ്, അവർക്ക് ഡെഫിനറ്റ്ലി IT തിരഞ്ഞെടുക്കുക. അല്ലെങ്കിൽ ചിലർക്ക് വർക്ക് ലൈഫ് ബാലൻസും പീസ് ഓഫ് മൈൻഡും ഒക്കെയാണ് വേണ്ടതെങ്കിൽ അവർ ഡെഫിനറ്റ്ലി കോർ ജോബ്സ് നോക്കിയെടുക്കാം. ചിലർക്ക് സ്ലോ ആയിട്ടുള്ള കരിയർ ഗ്രോത്ത്, ദാറ്റ് മീൻസ് ഒരു 15 ഇയേഴ്സിന് ശേഷമൊക്കെ കരിയറിൽ മികച്ച ഗ്രോത്ത് നേടിയാൽ മതി. അല്ലെങ്കിൽ റീലൊക്കേറ്റ് ചെയ്യാൻ വില്ലിംഗ് ആണ് മിഡിൽ ഈസ്റ്റിലോ ഗൾഫ് കൺട്രീസിലോട്ടോ ജർമ്മനിയിലൊക്കെ മെക്കാനിക്കൽ ഫീൽഡിലൊക്കെ റീലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാലറി ലഭിക്കുന്നതാണ്. സോ റിയൽ വേൾഡ് പ്രോബ്ലം സോൾവ് ചെയ്യാനും സ്റ്റെബിലിറ്റിയും ഫിസിക്കൽ വർക്ക് ചെയ്യട്ടോ മടിയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി കോർ എഞ്ചിനീയറിംഗ് ജോബ്സ് നോക്കാം. സോ നിങ്ങൾ IT തിരഞ്ഞെടുത്താലും കോർ എഞ്ചിനീയറിംഗ് ജോബ്സ് എടുത്താലും നിങ്ങൾ ലോങ് ടേം ഇടുന്ന എഫേർട്സ് ആയിരിക്കും നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഗ്രോത്ത് കൊണ്ട് തരുന്നത്. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഈ വീഡിയോ പറഞ്ഞ ഇൻഫർമേഷൻ വളരെ ഇൻഫോർമേറ്റീവ് ആണെന്നും നിങ്ങൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.